വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. ഇറാനെതിരായ ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ തുടരും. ഇറാന്റെ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളിലെ ആക്രമണം നിർത്തിവെക്കുമെന്നും അറിയിപ്പുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചെയ്യുന്നുണ്ട്. ഐസൻ, ഒരു ഗുഡ് ഈവനിങ്. അത് ഉള്ളിൽ നിന്ന് തന്നെ പറയാമല്ലോ. എന്തായാലും 5 ദിവസത്തേക്കാണ് ഈ ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നത്. എന്തൊക്കെ നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ, എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത്? അശ്വതി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ നിന്ന്, അതായത് ട്രംപിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് 2 ദിവസമായി ഇറാനുമായി ചർച്ചകൾ തുടരുകയാണ്. ഒരാഴ്ച ചർച്ചകൾ തുടരും. അപ്പോൾ സ്വാഭാവികമായും ഒരു 5 ദിവസം കൂടി ചർച്ചകൾ തുടരും. ആ ചർച്ചകൾ തുടരുന്ന 5 ദിവസം ഇറാൻ്റെ ഇറാൻ്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളൊന്നും തന്നെ ആക്രമണം നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 5 ദിവസം ചർച്ചകൾ തുടരുന്നൊരു സാഹചര്യത്തിൽ ഇറാൻ്റെ നേരത്തെ നമ്മൾ വ്യക്തമാക്കിയതുപോലെ ഹോർമൂസ് കടലിടുക്കിലെ ഈ പ്രശ്നങ്ങൾ തീർത്തില്ലെങ്കിൽ, 48 മണിക്കൂറിനുള്ളിൽ തീർത്തില്ലെങ്കിൽ ആ രാജ്യത്തെ, അതായത് ഇറാനിലെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെല്ലാം തന്നെ ലക്ഷ്യമിടുമെന്ന് കൃത്യമായും ട്രംപ് അറിയിച്ചിരുന്നു. ആ അറിയിപ്പിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ചർച്ചകൾ തുടർന്നത്. ഈ ചർച്ചകൾ 2 ദിവസമായി തുടരുന്നു. ഇനിയും ഒരാഴ്ച ചർച്ചകൾ തുടരും. ആ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷാ നിർഭരമായ ചർച്ചകൾ, ക്രിയാത്മകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ 5 ദിവസത്തേക്ക് ഇനി ആക്രമണം നടത്തേണ്ടതില്ല, ഒരു ആക്രമണവും ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങളിലോ ഇറാൻ്റെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലോ നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനം US എടുത്തിരിക്കുകയാണ്. അത് മിലിറ്ററിക്ക് നിർദ്ദേശം നൽകിയെന്നും പ്രതീക്ഷാ നിർഭരമായ ചർച്ചകൾ തുടരുന്നുവെന്നും ഈ ഒരാഴ്ച ചർച്ചകൾ തുടരുകയും അന്തിമമായ തീരുമാനം എടുക്കുന്നതുവരെ വെടിനിർത്തൽ, താൽക്കാലികമായ വെടിനിർത്തൽ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നാണ് സമൂഹമാധ്യമ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും നിർണായകമാകുന്നത്, ഈ നിലപാട് ഏറ്റവും നിർണായകമാകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള പല ഇടപെടലുകളുടെ ഭാഗം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇടപെടലുണ്ടായി. ഈ 3 പേരും, അതായത് ഇറാനും ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നങ്ങളിലെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടികൾ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള എല്ലാ പ്രസ്താവനകളുടെയും എല്ലാ നിലപാടുകളുടെയും ഭാഗമായി സ്വാഭാവികമായും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു നീക്കമുണ്ടാവുകയും വൈകാതെ പ്രശ്നം പരിഹരിക്കാമെന്നൊരു നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 2 ദിവസമായി ചർച്ചകൾ തുടരുന്നു. 5 ദിവസം ചർച്ചകൾ ഇനിയും തുടരും. അതുകൊണ്ട് ആ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ, അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കാൻ മിലിറ്ററി സംവിധാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന് ട്രംപ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചത്.